ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പൊ നമ്മള് ഇന്ന് ബയോളജിയുടെ പുതിയൊരു ചാപ്റ്റർ പഠിക്കുകയാണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. അപ്പം റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഇതുവരെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാ ബയോളജിയിൽ പഠിച്ചത് അല്ലേ? നമ്മൾ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. ആ കഴിക്കുന്ന ഫുഡ് എങ്ങനെയാണ് ഡൈജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ? എന്നിട്ടോ നമ്മൾ കഴിച്ച ഫുഡ് ഡൈജസ്റ്റ് ചെയ്തിട്ട് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂളിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ ആയിട്ടുള്ള മോളിക്യൂളാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബോഡിയിൽ ന്യൂട്രിയൻസ് വേണ്ടിടത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ന്യൂട്രിയൻസ് ത്രൂ ഔട്ട് ബോഡി ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആരാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ബ്ലഡ് വഴിയാണല്ലേ ന്യൂട്രിയൻസ് ഒക്കെ ട്രാൻസ്പോർട്ട് ആവുന്നത്. ആൻഡ് ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻ എന്ന് പറയുന്നത് ഏതായിരുന്നു? ഹാർട്ട് ആയിരുന്നു അല്ലെ? ഹാർട്ട് ആയിരുന്നു ഒരു പമ്പിങ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലെ? നമ്മുടെ പമ്പിങ് മെഷീൻ എന്നൊക്കെ പറയാം അല്ലെ? അങ്ങനെ ആക്ട് ചെയ്യുന്നത് ആരായിരുന്നു? ഹാർട്ട് അല്ലെ? ആ ഹാർട്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്? ഒരു സിസ്റ്റോളും ഡയസ്റ്റോളും കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ ബ്ലഡിന് ത്രൂ ഔട്ട് ബോഡി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ അങ്ങനെ നമ്മൾ ഡയജഷനും സർക്കുലേഷനും ഒക്കെ പഠിച്ചിട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോവാണ്. നമ്മൾ കഴിച്ച നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ എന്ത് ചെയ്താൽ മതിയോ? ബോഡിയിൽ എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്തുണ്ടാവുന്നുണ്ട്? വേസ്റ്റുകൾ ഫോം ചെയ്യും അല്ലേ? ആ വേസ്റ്റുകൾ നമ്മളിങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് വെക്കുകയാണോ ചെയ്യാം? അല്ല, ആ വേസ്റ്റ് പ്രോഡക്റ്റുകളെ നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുകയും വേണം. ആൻഡ് ഓൾസോ നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നുണ്ട് ഹാർട്ടിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും പൾമണറി ആർട്ടറി വഴി എങ്ങോട്ടേക്ക് ബ്ലഡ് പോകുന്നുണ്ട്? ലങ്സിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്നും റെസ്പിറേറ്ററി ഗ്യാസസിന്റെ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് അല്ലെ? അവിടെ ഓക്സിജനെ എന്ത് ചെയ്യും? ബ്ലഡ് ഇങ്ങോട്ടേക്ക് ആക്സെപ്റ്റ് ചെയ്യും അല്ലെ? ഓക്സിജനെ എടുത്തിട്ട് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ്, ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, എക്സസ് കാർബൺ ഡൈ ഓക്സൈഡിനൊക്കെ ലങ്സ് വഴി നമ്മൾ എക്സെയിൽ എഴുതി പുറത്തേക്ക് വിടും അല്ലെ? സോ ആ ഒരു മെക്കാനിസത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഹാർട്ടിൽ നിന്നും റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും പൾമണറി ആർട്ടറി വഴി എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡ് ലങ്സിലേക്ക് പോകുന്നുണ്ട്. ലങ്സിൽ നിന്നും ഓക്സിജനൊക്കെ വാങ്ങിച്ചിട്ട് പൾമണറി വെയിൻ വഴി എന്ത് ചെയ്യുന്നുണ്ട്? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡ് പോകുന്നുണ്ട് അല്ലേ? അപ്പം ആ ഒരു സർക്കുലേഷനെ നമ്മൾ വിളിച്ച പേരായിരുന്നു പൾമണറി സർക്കുലേഷൻ അല്ലെ? അപ്പൊ പൾമണറി സർക്കുലേഷനും ഉണ്ട്, സിസ്റ്റമിക് സർക്കുലേഷനും ഉണ്ട്. പൾമണറി സർക്കുലേഷൻ്റെ അകത്ത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡ് പൾമണറി ആർട്ടറി വഴി ലങ്സിലെത്തിയിട്ട് അവിടുന്ന് പ്യൂരിഫിക്കേഷൻ നടന്നിട്ട് ഓക്സിജനെ വാങ്ങുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ കൊടുക്കുകയും ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പൾമണറി വെയിൻ വഴി ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതിനെയാണ് പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്നത് അല്ലെ? അങ്ങനെ പൾമണറി സർക്കുലേഷൻ നടക്കുമ്പം അവിടെ ഒരു ഓക്സിജൻ വേണ്ടേ? ഈ ബ്ലഡ് ഓക്സിജൻ ലങ്സിൽ അപ്പൊ എന്ത് വേണം? ഓക്സിജൻ വേണം. എങ്ങനെയാ ലങ്സിന് വേണ്ട ഓക്സിജൻ കിട്ടുന്നത്? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മൂക്ക് വഴി എന്ത് ചെയ്യുന്നുണ്ട്? നോസ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? ബ്രീത്ത് ഇൻ ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മൾ ഓക്സിജൻ എടുക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ നോസ് വഴി എടുക്കുന്ന ഓക്സിജൻ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡില് ഹാർട്ടിൽ നിന്നും പമ്പ് ചെയ്യുന്ന ബ്ലഡ് അല്ലെ? ലങ്സിലേക്ക് എത്തുന്ന ബ്ലഡിന് എന്ത് കൊടുക്കുന്നുണ്ട്? നമ്മൾ നോസ് വഴി ഓക്സിജനെ കൊടുക്കുന്നുണ്ട്. ആ ഓക്സിജൻ ആണ് നമ്മുടെ ബ്ലഡിനെ ഓക്സിജനേഷൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ എക്സെയിൽ ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മൾ പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നുണ്ട്. ഏത് കാർബൺ ഡൈ ഓക്സൈഡിനെ? എങ്ങനെ കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ റിലീസ് ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡില് ഓരോ സെല്ലുകളുടെയും എക്സ്ക്രീറ്ററി വേസ്റ്റ് ആയിട്ടുള്ള അല്ലെ? എന്തെങ്കിലുമൊക്കെ ഫോം ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻ നടന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ ബ്ലഡ് എന്ത് ചെയ്യും? എല്ലാ സെല്ലിലും പോയിട്ട് കളക്ട് ചെയ്ത് വന്നിട്ട് ഇങ്ങോട്ടേക്ക് വിടും. ലങ്സിന്റെ അവിടേക്ക് വരും അല്ലെ? ലങ്സിന്റെ അവിടേക്ക് വന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടാൻ വേണ്ടി കൊടുത്തിട്ട് ഓക്സിജനെ ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ലങ്സിന്റെ ഉള്ളിൽ ഒരു മെക്കാനിസം ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ മക്കളെ? റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. അപ്പം റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമുക്ക് പഠിക്കാം എന്തൊക്കെയാ ചാപ്റ്ററിലുള്ളതെന്ന് നോക്കാം. സോ ഫസ്റ്റ് തന്നെ നമ്മളൊരു സയന്റിസ്റ്റിനെയാണ് കാണുന്നത്. വാട്ട് ഈസ് റെസ്പിറേഷൻ? ഇദ്ദേഹത്തിന്റെ പേരാണ് ആന്റോണി ലാവോസിയർ.
അപ്പം ആന്റോണി ലാവോസിയർ, നിങ്ങൾ ഇതിനു മുമ്പ് ഇദ്ദേഹത്തിന് കുറെ കെമിസ്ട്രിയിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. സോ ആന്റോണി ലാവോസിയർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിനെയാണ് നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുന്നത്. ഇതിനകത്ത് ആന്റോണി ലാവോസിയർ വാസ് ആൻ 18th century scientist who successfully explained the process of റെസ്പിറേഷൻ ഇൻ ഓർഗാനിസം. അപ്പം ഓർഗാനിസത്തില് റെസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സക്സസ്ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു സയന്റിസ്റ്റ് ആയിരുന്നു ആന്റോണി ലാവോസിയർ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഞാൻ റെഡ് കളർ ആക്കുന്നുണ്ടേ. അങ്ങനെ he inferred that the process which take place during burning of objects and during respiration in organism are the same. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് സാധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗ്യാസ് ഉണ്ട് അല്ലെ. സാധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗ്യാസ് എന്ന് പറയുന്നതും ആൾക്കാർ റെസ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആനിമൽസ് റെസ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സാധനം എന്താണ്? സെയിം ആണെന്നാണ് ആന്റോണി ലാവോസിയർ പറയുന്നത്. മക്കൾക്ക് മനസ്സിലായോ എന്താ അദ്ദേഹം പറഞ്ഞതെന്ന്? അദ്ദേഹം പറയാണ് എന്തെങ്കിലും ഒരു സാധനം കത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ഗ്യാസ്, ഏത് ഗ്യാസാ ഫോം ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് എന്താണ്? ഡ്യൂറിങ് റെസ്പിറേഷൻ ഇൻ ഓർഗാനിസംസ് ആർ ദി സെയിം. റെസ്പിറേഷൻ, ഓർഗാനിസത്തിൽ റെസ്പിറേഷൻ ഉണ്ടാകുന്ന സമയത്ത് പുറത്തേക്ക് വിടുന്ന ഗ്യാസ് എന്ന് പറയുന്നത് സെയിം ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അതിനു വേണ്ടിയിട്ട്, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതെ, സയന്റിസ്റ്റുകളായ എന്ത് ചെയ്യും മക്കളെ? ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തു നോക്കും അല്ലെ. അതുപോലെ ആന്റോണി ലാവോസിയർ എന്ത് ചെയ്യാണ്? അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്യാണ്. എന്താ അദ്ദേഹം ചെയ്തത്? ഇൻ ഓർഡർ ടു പ്രൂവ് ദിസ് ഹി പ്ലേസ്ഡ് എ ഗിനി പിഗ് ഇൻ എ സ്മോൾ ബക്കറ്റ്. അദ്ദേഹം എന്ത് ചെയ്തു? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ ഇമേജ്. ഒരു ഗിനി പിഗിനെ എന്ത് ചെയ്തു? ഒരു ബക്കറ്റിലാക്കിയിട്ട് വെച്ചു. ഒരു ഗിനി പിഗിനെ ബക്കറ്റിലാക്കിയിട്ട് വെച്ചു. Then he immersed it in another bucket filled with ice and covered the guinea pig with a net. എന്നിട്ട് ഐസ് വെച്ചൊരു ബക്കറ്റിനകത്ത് അതിനകത്ത് വീണ്ടും എന്ത് ചെയ്യാണ്? ഒരു ഐസ് വെച്ച ബക്കറ്റിൽ ആക്കിയിട്ട് ഗിനി പിഗിന് എന്ത് ചെയ്തു? ഒരു നെറ്റ് വെച്ചിട്ട് എന്ത് ചെയ്തു? കവർ ചെയ്തു. കാണുന്നുണ്ടോ നിങ്ങൾ? നെറ്റ് വെച്ചിട്ട് കവർ ചെയ്തത്. നെറ്റ് വെച്ചിട്ട് കവർ ചെയ്തു. അപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഐസ് പുറത്തേക്ക് അല്ലെ, അറ്റ്മോസ്ഫിയർ ആയിട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഐസ് ഉണ്ട് അല്ലെ. ഈ ഐസിന് എന്ത് ചെയ്തിട്ടുണ്ട്? അറ്റ്മോസ്ഫിയർ ആയിട്ട് ഒരു കോണ്ടാക്ടും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് അറ്റ്മോസ്ഫിയറിൽ യാതൊരു ഇൻഫ്ലുവൻസും എന്തിനു വരില്ല? ഈ ഐസിന് വരില്ല. ഓക്കെ, So in order to prevent the melting of ice due to external heat, insulation precautions were taken, but the ice എന്ത് ചെയ്തു? മെൽറ്റ് ചെയ്തു. അപ്പം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഒരു ഗിനി പിഗിനെ വെച്ചിട്ട് ചുറ്റും ഐസ് വെച്ചു കൊടുത്തു അല്ലെ. ഐസ് വെച്ചിട്ട് എന്ത് ചെയ്തു? ഇതിനെ നന്നായിട്ട് കോട്ട് ചെയ്ത് വെച്ചു അല്ലെ. പുറത്തൊന്നും ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ, അറ്റ്മോസ്ഫിയറിന് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇവിടെ ഇൻസുലേഷൻ ചെയ്തു. നമുക്ക് ഐസ് മെൽറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ചൂട് കൊടുക്കണം അല്ലെ. ചൂട് കൊടുക്കണം. അപ്പൊ ചൂടൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താ? ഇവിടുന്ന് പുറത്തേക്ക്, നിങ്ങൾ കാണുന്നില്ലേ, നമ്മൾ ഫ്ലാസ്കിലൊക്കെ ചെയ്യുന്നില്ലേ, ഇൻസുലേഷൻ ചെയ്ത് വെക്കുന്നില്ലേ, ചൂട് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി. അതുപോലെ ഇവിടുത്തെ ഐസ് പാർട്ടിക്കിളിന് ചൂട് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇൻസുലേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താണ്? എന്നിട്ടും എന്ത് ചെയ്തു? ഐസ് എന്ത് ചെയ്തു? മെൽറ്റ് ചെയ്തു. എന്നിട്ടും ഐസ് മെൽറ്റ് ചെയ്തു. ഗിനി പിഗിൽ നിന്ന് ഐസിന്റെ അടുത്ത് ഐസ് മെൽറ്റ് ചെയ്തു. അപ്പം എന്താണ്? ലെവോസിയർ proved that the ice melted due to the heat from the guinea pig's body. അപ്പം ഗിനി പിഗിന്റെ ബോഡിയിൽ നിന്നുള്ള ഹീറ്റ് കാരണമാണ് ഐസ് മെൽറ്റ് ചെയ്തതെന്നാണ് ലാവോസിയർ പറഞ്ഞത്. Okay, he calculated that 80 kilocalories of energy was used for this from the guinea pig's body. അപ്പം ഇങ്ങനെ ഐസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കാലറി വേണ്ടി വന്നു? 80 kilocalories വേണ്ടി വന്നു. This energy was received through respiration. അപ്പൊ ഗിനി പിഗിന്റെ റെസ്പിറേഷൻ വഴി കിട്ടിയിട്ടുള്ള എനർജിയാണ് ഈ ഒരു ഐസ് മെൽറ്റ് ചെയ്യാൻ കാരണം എന്നാണ് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തത്. When a piece of wood is burned, oxygen is used
ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഹീറ്റ് എനർജി ആർ ഫോംഡ്. അല്ലെ, നമ്മളൊരു മരക്കഷ്ണം കത്തിച്ചു കഴിഞ്ഞാൽ കത്തിക്കണം എന്നുണ്ടെങ്കിൽ കത്താൻ സഹായിക്കുന്ന ഗ്യാസ് ഏതാ മക്കളെ? കത്താൻ സഹായിക്കാൻ വേണ്ടിയിട്ട് ഓക്സിജൻ വേണം. ആൻഡ് കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാ പോവുക പുറത്തേക്ക്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും പുറത്തേക്ക് പോവും, ഹീറ്റും അല്ലെ. അപ്പം അങ്ങനെയാണ് മെക്കാനിസം. ദ സെയിം ഹാപ്പൻസ് ഡ്യൂറിങ് റെസ്പിറേഷൻ വെൻ ഓക്സിജൻ ബ്രേക്ക് ഡൗൺ ഗ്ലൂക്കോസ്. റെസ്പിറേഷനിലും സെയിം തന്നെ നടക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിന്റെ ബ്രേക്ക് ഡൗൺ ആണ് കേട്ടോ. ഓക്സിജന്റെ പ്രസൻസിൽ ഗ്ലൂക്കോസിന്റെ ബ്രേക്ക് ഡൗൺ ആണ്. എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ പഠിക്കുമ്പം നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മള് ഒരു സാധനം കത്തിക്കുമ്പോൾ ഏത് ഗ്യാസ് ആണോ പുറത്തേക്ക് വിടുന്നത്, അതേ ഗ്യാസ് തന്നെയാണ് ഒരാളുടെ ബോഡിയിൽ റെസ്പിറേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിലീസ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആന്റോണി ലാവോസിയർ, മറന്നു പോരുതേ ആളുടെ പേര്. സോ oxygen is used and carbon dioxide is formed during respiration. അത് നിങ്ങൾക്ക് അറിയാലേ, നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രീതിങ് ആണ്, വെന്റിലേഷൻ ആണ്. നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ വെന്റിലേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? നമ്മൾ മൂക്ക് വഴി, നോസ് വഴി ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. ബോഡീൻ്റെ ഉള്ളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത് അല്ലെ. അപ്പൊ ആ ഒരു പ്രോസസ്സിനെ വെന്റിലേഷൻ എന്നാ പറയാം. എന്നിട്ട് നമ്മുടെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നത് മക്കളെ? നമ്മൾ ഓക്സിജൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉള്ളിലേക്ക് എടുക്കുന്നത്? നമുക്ക് സെൽസിനൊക്കെ ഓക്സിജൻ വേണം അല്ലേ. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ട് അല്ലെ, നമുക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ആണെന്ത്? ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് അല്ലെ. ഈ ഗ്ലൂക്കോസ് മോളിക്യൂളിന് എന്ത് ചെയ്യണം? ബ്രേക്ക് ഡൗൺ ചെയ്യണം അല്ലെ. ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് വേണം? ഓക്സിജൻ വേണം. അപ്പം ആ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിനെ ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലെ, ഓക്സിജൻ ഉപയോഗിച്ചിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സ്. അതിന്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. ആ കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ പുറത്തേക്ക് കളയുന്നത്. ഈ ഒരു പ്രോസസ്സിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെല്ലിൽ നടക്കുന്ന സെല്ലുലാർ റെസ്പിറേഷൻ, ഈ ഒരു സെല്ല് ലെവലിൽ നടക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പുറത്തുകൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്കും വിടുന്നുണ്ട്. ഇതാണ് നമ്മൾ ചിന്തിക്കുന്ന റെസ്പിറേഷൻ. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? ഒരു സെല്ലുണ്ട്, സെല്ലിൽ ഗ്ലൂക്കോസ് ഉണ്ട്. ആ ഗ്ലൂക്കോസിന് ബ്രേക്ക് ഡൗൺ ചെയ്യണം അല്ലെ, ഗ്ലൂക്കോസിനെ പൊട്ടിക്കണം. ഗ്ലൂക്കോസിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എന്താ നമുക്ക് വേണ്ടത്? ഓക്സിജൻ വേണം. ആ ഓക്സിജനെയാണ് നമ്മൾ നോസ് വഴി ഉള്ളിലേക്ക് എടുക്കുന്നത്. പൊട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാ ഫോം ചെയ്യുക? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യണം? പുറത്തേക്ക് കളയണം. So that is respiration. So oxygen is used and carbon dioxide is formed during respiration. A suitable respiratory surface and related systems are required for the exchange of these gases. And a large respiratory surface is required in human beings to get sufficient oxygen to cells for the production of energy. നമുക്ക് റെസ്പിറേഷൻ, നമുക്ക് കുറച്ച് ഓക്സിജൻ മതിയോ മക്കളെ? നമുക്ക് വലിയ ബോഡിയാണ് അല്ലെ, നമ്മുടെ ബോഡിയിൽ ഒരുപാട് സെല്ലുകൾ ഉണ്ട് അല്ലെ. നമ്മുടെ ഹ്യൂമൻ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് സെല്ലുകൾ വെച്ചിട്ടല്ലേ. അപ്പം ഈ ഓരോ സെല്ലിനും എന്ത് വേണം? റെസ്പിറേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഓരോ സെല്ലിനും നമ്മൾ എന്ത് കൊടുക്കണം? ഓക്സിജന്റെ സപ്ലൈ കൊടുക്കണം അല്ലെ. അപ്പം എന്ത് വേണം? നമുക്ക് ഈ ഓക്സിജനെ വാങ്ങിക്കാനും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടാനൊക്കെ വേണം. എന്ത് വേണം? നല്ലൊരു റെസ്പിറേറ്ററി സിസ്റ്റം നമുക്ക് വേണം. കറക്റ്റ്. which is the respiratory surface in human beings. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ഹ്യൂമൻ ബീയിങ്സിന്റെ റെസ്പിറേറ്ററി സർഫസ് ഏതാണ്? അപ്പം ഹ്യൂമൻ ബീയിങ്സിന്റെ റെസ്പിറേഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഓക്സിജനെ എങ്ങനെയാണ് ഗ്ലൂക്കോസ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗണിന് എങ്ങനെയാണ് നമ്മൾ ഓക്സിജനെ എടുക്കുന്നത്, ആൻഡ് നമ്മൾ ഈ ഉണ്ടായിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ എന്താണ് ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമ്മൾ നോക്കുന്നതാണ് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം. അതാണ് നമ്മൾ ഇനി പഠിക്കാനുള്ളത്, മനുഷ്യന്മാരുടെ റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു സിസ്റ്റം എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ? എങ്ങനെയാന്ന് ഫസ്റ്റ് നമ്മൾ പെട്ടെന്ന് നിങ്ങൾ ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരാം? റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നോസ് വേണം അല്ലെ, നോസ് വേണം. നോസ് വഴി നമ്മൾ എന്ത് ചെയ്യും മക്കളെ? ഇൻഹെയിൽ ചെയ്യും അല്ലെ, എയറിനെ ഉള്ളിലേക്ക് എടുക്കും അല്ലെ. ആ കാര്യം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. എന്നിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് എങ്ങോട്ടേക്കാ? ലങ്സിലേക്ക് അല്ലെ, ലങ്സിലേക്ക് കൊണ്ടുപോകും. സോ
ഇതാ കാണുന്നുണ്ടോ നിങ്ങൾ? റെസ്പിറേറ്ററി സിസ്റ്റം. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇതാണ് നോസ് കേട്ടോ. ഈ നോസ് വഴി നമ്മൾ എന്ത് ചെയ്യും? എയറിന് ഉള്ളിലേക്ക് എടുക്കും. നോസ് ഇത് നിങ്ങൾ നോക്കണ്ട, എത്തമോയിഡ് സൈനസസ് ആണ്, അത് അവിടെയുള്ള സൈനസാണ്. അപ്പം നോസിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നെയ്സോ ഫാരിങ്സ് അല്ലെങ്കിൽ ഫാരിങ്സ് ഉണ്ട്. നോസിന്റെ ഫാരിങ്സ് ആയതുകൊണ്ട് ഫാരിങ്സ് ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു ഫാരിങ്സ് ഉണ്ട് അല്ലെ, ആ ഫാരിങ്സിന്റെ പാർട്ടിനെ നമ്മൾ ഓറോ ഫാരിങ്സ് എന്നാ പറയാ. മൂക്കുന്ന് നേരെ ഓപ്പൺ ചെയ്യുന്ന ഫാരിങ്സ് ഉണ്ട്, അതിന് നമ്മൾ നെയ്സോ ഫാരിങ്സ് എന്നാണ് പറയാ. എന്നിട്ട് ഈ ഫാരിങ്സ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ എത്തുന്നുണ്ട്? ട്രക്കിയയിലേക്ക് എത്തുന്നുണ്ട്. എവിടേക്ക് എത്തുന്നുണ്ട്? ട്രക്കിയയിലേക്ക് എത്തുന്നുണ്ട്. ഈ ഒരു സി ഷേപ്ഡ് ആയിട്ട് ഇങ്ങനെ കാണുന്ന സ്ട്രക്ചർ ആണ് ഇത്. കാർട്ടിലേജിന്റെ സ്ട്രിങ് ഉള്ള ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ട്രക്കിയ എന്ന് പറയാം. ഓക്കെ, അപ്പം നോസ് ഉണ്ട്, നോസ് കഴിഞ്ഞിട്ട് ഫാരിങ്സ് ഉണ്ട്, ട്രക്കിയ ഉണ്ട് അല്ലെ. ട്രക്കിയ കഴിഞ്ഞു കഴിഞ്ഞാല് ട്രക്കിയെന്ന് എങ്ങോട്ടേക്ക് പോകുന്നുണ്ടെന്ന് ഇതാണ് ട്രക്കിയ. ഇതാണ് നമ്മുടെ ട്രക്കിയ. ഈ ട്രക്കിയ ഇങ്ങനെ ഒരൊറ്റ സാധനമായിട്ടല്ലേ വരുന്നത്. ഇവിടെ എത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല്, രണ്ട് ലങ്സ് ഇല്ലേ, നമുക്കൊരു പെയർ ഓഫ് ലങ്സ് ഉണ്ടല്ലോ. നമുക്ക് രണ്ട് സൈഡിലായിട്ട് എന്തുണ്ട്? ലങ്സ് ഉണ്ട് അല്ലെ. രണ്ട് സൈഡിൽ നമുക്ക് ലങ്സ് ഉണ്ട്. അപ്പൊ ട്രക്കിയ ഒറ്റ ഒന്നായിട്ടല്ലേ വരുന്നത്. അപ്പം രണ്ട് സൈഡിലും ലങ്സ് ഉള്ളത് കൊണ്ട് ട്രക്കിയ ഒന്നായിട്ട് വരുന്ന ട്രക്കിയ എന്താവണം മക്കളെ? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം ഈ ട്രക്കിയ എന്ത് ചെയ്യും? ഒന്ന് റൈറ്റിലേക്കും പോകും, ഒന്ന് ലെഫ്റ്റിലേക്കും പോകും. ക്ലിയർ? അപ്പം നോസ് ഉണ്ടായിരുന്നു. നോസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഏറ്റവും നോസിന്റെ പുറത്തുള്ള ഭാഗത്തിന് എന്താ പറയുക മക്കളെ? പറയാ എക്സ്റ്റേണൽ നോസ്ട്രിൽസ്. മൂക്കിന്റെ ഈ ഒരു ഓപ്പണിംഗ് ഇല്ലേ, അതിന് പറയുന്ന പേരാണ് എക്സ്റ്റേണൽ നോസ്ട്രിൽ. എന്താ പറയാ? നോസ്ട്രിൽ. നോസ്ട്രിൽ. ഒരു നോസ്ട്രിലിൽ നിന്ന് നേരെ നോസ്ട്രിലിന്റെ ക്യാവിറ്റി ഉണ്ട്. അപ്പം നെയ്സൽ ക്യാവിറ്റിയിലേക്കാ പോവാ. നോസിന്റെ ക്യാവിറ്റീനെ നമ്മൾ പറയാ നെയ്സൽ ക്യാവിറ്റി എന്നാണ്. അപ്പം നോസ്ട്രിൽ കഴിഞ്ഞിട്ട് നെയ്സൽ ക്യാവിറ്റി ആണ്, അത് കഴിഞ്ഞിട്ട് ഫാരിങ്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ട്രക്കിയ ഉണ്ട്. ട്രക്കിയ കഴിഞ്ഞു കഴിഞ്ഞാല് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടും രണ്ട് ലങ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? പാർട്ട് ട്രക്കിയ ഡിവൈഡ് ചെയ്തിട്ട് പോവാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിനെ ട്രക്കിയ എന്നല്ല വിളിക്കുക. എന്താ വിളിക്കുക? ബ്രോങ്കസ് എന്നാണ് വിളിക്കുക. അപ്പം ട്രക്കിയ ഡിവൈഡ് ചെയ്തിട്ട് ബ്രോങ്കസ് ആയിട്ട് മാറി അല്ലെ. റൈറ്റിലേക്കും ഉണ്ട് ബ്രോങ്കസ്, ലെഫ്റ്റിലേക്കും ഉണ്ട് ബ്രോങ്കസ് അല്ലെ. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രോങ്കസ് ആയിട്ട് ട്രക്കിയ ഡിവൈഡ് ആയി. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രോങ്കസ് ആയിട്ട് ട്രക്കിയ ഡിവൈഡ് ആയി. എന്നിട്ട് ഈ ബ്രോങ്കസ് നിങ്ങൾ കണ്ടോ, പിന്നെയും ബ്രാഞ്ച് ആവുക അല്ലെ. പിന്നെയും എന്ത് ചെയ്യുക? ബ്രോങ്കസിന് കുറെ ബ്രാഞ്ചസ് ഇങ്ങനെ വരിക. ഓക്കെ, നിങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു ട്രീ ആലോചിച്ചാൽ മതി അല്ലെ. ട്രീ എങ്ങനെ ഉണ്ടാവുക? ഫസ്റ്റ് ഒരൊറ്റ ഒന്നായിട്ട് വരും അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യും? കുറച്ച് ബ്രാഞ്ച് ആവും. എന്നിട്ട് ആ ബ്രാഞ്ചിന് എന്ത് ചെയ്യും? പിന്നെയും ബ്രാഞ്ച് ആവും. പിന്നെയും ബ്രാഞ്ച് ആവും അല്ലെ. സബ് ബ്രാഞ്ചസ് കുറെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ട്രക്കിയ എന്ത് ചെയ്തു? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രോങ്കസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രോങ്കസ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം എന്തായി? കുറച്ച് ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് പിന്നെയും ഡിവൈഡ് ആയി. അങ്ങനെ ബ്രാഞ്ചസ് ആയിട്ടുള്ള ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയാ? ബ്രോങ്കിയോൾസ് എന്ന് പറയാ. എന്താ പറയാ? ബ്രോങ്കിയോൾസ്. അപ്പം എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ട്രക്കിയ കണ്ടു. ട്രക്കിയ എന്ത് ചെയ്തു? റൈറ്റും ലെഫ്റ്റും ബ്രോങ്കസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ബ്രോങ്കസിന്റെ ബ്രാഞ്ചിന് എന്ത് പറയും? ബ്രോങ്കിയോൾസ് എന്ന് പറയും. ട്രക്കിയ, ബ്രോങ്കസ്, ബ്രോങ്കിയോൾസ്. ക്ലിയർ അല്ലേ? ട്രക്കിയ കഴിഞ്ഞു കഴിഞ്ഞാല് ബ്രോങ്കസ്, ബ്രോങ്കിയോൾസ്. ഓക്കെ, ആൻഡ് ഈ ബ്രോങ്കിയോളിന്റെ ഇവിടെയുള്ള ഒരു ബ്രോങ്കിയോൾ ഈ അങ്ങറ്റം ഞാൻ എടുക്കുകയാണ്. ഇങ്ങനെ ഒരു ബ്രാഞ്ച് ആയിട്ടുണ്ട്. എന്നിട്ട് ഈ അറ്റത്തുള്ള ഒരു ബ്രോങ്കിയോളിനെ ഞാൻ എടുക്കുന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റി. എന്താ കാണുന്നത്? ഞാന് ഇങ്ങറ്റത്ത് കുറെ മുന്തിരിക്കൊല പോലെ കുറച്ച് സ്ട്രക്ചർ ഉണ്ട് അല്ലെ. റൗണ്ടില് ടെക്സ്റ്റ് ബുക്കില് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ മക്കളെ. അപ്പൊ ഇങ്ങനെ മുന്തിരിക്കൊല പോലത്തെ സ്ട്രക്ചറിനെ കാണാൻ പറ്റി. ഈ മുന്തിരിക്കൊല പോലത്തെ കാണുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുക മക്കളെ? ആൽവിയോലൈ എന്ന് പറയാം. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ആൽവിയോലൈ. എന്താ പറയാ? ആൽവിയോലൈ. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഇപ്പൊ കണ്ടത്?
റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ കണ്ടത്? ഫസ്റ്റ് നോസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയും എക്സ്റ്റേണൽ നോസ്ട്രൽ അല്ലെ, പുറത്തുള്ള നോസ്ട്രൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ക്യാവിറ്റി ഉണ്ട് അല്ലെ, ഒരു ക്യാവിറ്റി ഉണ്ട്. അതിനെ പറയാം എന്താണ്? നെയ്സൽ ക്യാവിറ്റി എന്ന് പറയും അല്ലെ. നെയ്സൽ ക്യാവിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നെയ്സോ ഫാരിങ്സ് അല്ലെങ്കിൽ ഫാരിങ്സ് ഉണ്ട് അല്ലെ, ബാക്കിൽ ഫാരിങ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഫാരിങ്സ് നിങ്ങൾ നോക്കണമെന്നില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രക്കിയ ഉണ്ട് അല്ലെ. ട്രക്കിയ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉള്ളത്? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രോങ്കസ് ഉണ്ട്. ബ്രോങ്കസ് ഡിവൈഡ് ചെയ്തിട്ട് ബ്രോങ്കിയോൾസ് ആവുന്നുണ്ട്. ബ്രോങ്കിയോൾസിന്റെ അങ്ങ് അറ്റത്ത് വേറൊരു സ്ട്രക്ചർ ഉണ്ട്. മുന്തിരിക്കൊല പോലെ കാണുന്ന ഈ സ്ട്രക്ചറിന് നമ്മൾ പറയുന്ന പേരാണ് ആൽവിയോലൈ. എന്താ പറയാ? ആൽവിയോലൈ. ക്ലിയർ? സോ ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. നോക്കാം. എന്താ? പെയർ ഓഫ് എക്സ്റ്റേണൽ നോസ്ട്രിൽസ് അല്ലെ, രണ്ട് നോസ്ട്രിൽസ് ഉണ്ട് അല്ലെ, ഒന്നിവിടെ രണ്ട് പെയർ ഓഫ് എക്സ്റ്റേണൽ നോസ്ട്രിൽസ് ഉണ്ട് അല്ലെ. സോ ഇതാണ് ഓപ്പണിംഗ് അബൌവ് ദി അപ്പർ ലിപ്സ്. അപ്പർ ലിപ്സിന്റെ മേലെയുള്ളൊരു ഓപ്പണിംഗ് ആണ് പെയർ ഓഫ് എക്സ്റ്റേണൽ നോസ്ട്രിൽസ്. പിന്നെ എന്താ ഉള്ളത്? അത് എങ്ങോട്ടേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്? ഇറ്റ് ഓപ്പൺസ് ഇൻ ടു നെയ്സൽ ക്യാവിറ്റി. ആ എക്സ്റ്റേണൽ നോസ്ട്രിൽ ഓപ്പൺ ചെയ്യുന്നത് എങ്ങോട്ടേക്കാ? നെയ്സൽ ക്യാവിറ്റിയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ആൻഡ് നെയ്സോ ഫാരിങ്സ് അതെന്ന് പറയുന്നത് പാർട്ട് ഓഫ് ഫാരിങ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് ട്രക്കിയ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ട്രക്കിയ എന്ന് പറയുന്ന വേറൊരു പേരാണ് എന്താ പറയാ? വിൻഡ് പൈപ്പ്. എന്താ പറയാ? വിൻഡ് പൈപ്പ്. ആൻഡ് അതാണ് എയർവേ ടു ദി ലങ്സ് അല്ലെ. ലങ്സിലേക്കുള്ള എയർവേ ആണ് എന്ത്? വിൻഡ് പൈപ്പ് അല്ലെങ്കിൽ ട്രക്കിയ എന്ന് പറയുന്ന പോർഷൻ. ട്രക്കിയ കഴിഞ്ഞ് കഴിഞ്ഞാല് ബ്രോങ്കസ് ഉണ്ട്. ബ്രോങ്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരുന്നു? ട്രക്കിയ ഒരു സ്ഥലത്ത് നിന്ന സമയത്ത് ഡിവൈഡ്സ് ഇൻ ടു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രോങ്കസ് അല്ലെ. രണ്ടായിട്ട് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും എന്താവുന്നുണ്ട്? ട്രക്കിയ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബ്രോങ്കസ് എന്ന് പറയുന്നത്. ആൻഡ് ബ്രോങ്കിയോൾ. എന്താ ബ്രോങ്കിയോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ ബ്രാഞ്ചസ് ഓഫ് ബ്രോങ്കസ് വിച്ച് ഓപ്പൺസ് ഇൻ ടു ആൽവിയോലെ അല്ലെ. ബ്രോങ്കിയോൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള സ്ട്രക്ചർ എന്തായിരുന്നു? ആൽവിയോലൈ. ആൽവിയോലൈ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആൽവിയോലൈ the branches of bronchus which opens into the alveoli and pleura എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പം ഇത്രയാണ് നമ്മൾ ആൽവിയോലയിൽ എത്തുന്ന സമയത്ത് നമ്മുടെ പാത്ത് വേ കഴിഞ്ഞു അല്ലെ. ആൽവിയോല വരെ എത്തി അല്ലെ. റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ പാത്ത് വേ കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു? എക്സ്റ്റേണൽ നോസ്ട്രൽ, നെയ്സൽ ക്യാവിറ്റി, നെയ്സോ ഫാരിങ്സ് പറയാം നിങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രക്കിയ പറയാം അല്ലെ. ട്രക്കിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രോങ്കസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ബ്രോങ്കസ് ബ്രോങ്കിയോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആൻഡ് ലാസ്റ്റ് ആൽവിയോലയിലും എത്തി. ക്ലിയർ അല്ലേ പാർട്ട്? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലൂറ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ ഉണ്ട്. പ്ലൂറ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്ലൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു നമുക്ക് പെയർ ഓഫ് ലങ്സ് ഉണ്ട് അല്ലെ. രണ്ട് ലങ്സ് ഉണ്ട്, ഇപ്പുറത്തുമായിട്ട് രണ്ട് ലങ്സ് ഉണ്ട്. ഈ ലങ്സിന് എന്തുണ്ട്? നിങ്ങൾ ഈ പിക്ചർ കാണുന്നില്ലേ? ഈ പിക്ചർ നമുക്ക് രണ്ട് ലങ്സ് ഉണ്ട് അല്ലെ. രണ്ട് ലങ്സ് ഉണ്ട്. ഒന്ന് ഇതും ഉണ്ട്, പിന്നെ ഇതും ഉണ്ട് അല്ലെ. അപ്പൊ രണ്ട് ലങ്സ് നമുക്കുണ്ട്. ഈ രണ്ട് ലങ്സിനും എന്തുണ്ട്? കവറിങ് ഉണ്ട്. ഓക്കെ, ലങ്സ് ഒരു കവറിങ് ഉണ്ട്. ഹാർട്ടിന് ഒരു കവറിങ് ഉണ്ടായിരുന്നല്ലോ. ഹാർട്ടിന് ഒരു ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള ഒരു കവറിങ് ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു കവറിങ്ങിന്റെ പേര്? എന്തായിരുന്നു? പെരികാർഡിയം അല്ലെ. അതുപോലെ ലങ്സിനുള്ള കവറിങ്ങിന്റെ പേരാണ് പ്ലൂറ. ഓക്കെ, പ്ലൂറ. അപ്പം ലങ്സിന്റെ കവറിങ്ങിന്റെ പേരാണ് പ്ലൂറ എന്ന് പറയുന്നത്. സോ ദ മെംബ്രെയിൻ വിച്ച് കവേഴ്സ് ദി ലങ്സ്. ലങ്സിനെ കവർ ചെയ്യുന്ന മെംബ്രെയിൻ ആണ് പ്ലൂറ. ആൻഡ് ഡയഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡയഫ്രം എന്താ? ദ മസ്കുലാർ വാൾ വിച്ച് സെപ്പറേറ്റ്സ് ദ തൊറാസിക് ആൻഡ് അബ്ഡോമിനൽ ക്യാവിറ്റീസ്. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ലങ്സ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഹാർട്ട് ഇരിക്കുന്നതൊക്കെ തൊറാസിക് റീജിയനിലാണ് ഇരിക്കുന്നത് അല്ലെ. തൊറാസിക് റീജിയൻ അല്ലെ, ചെസ്റ്റ് ആ ഒരു ഏരിയനെയാണ് നമ്മൾ തൊറാസിക് റീജിയൻ എന്ന് പറയാ. നമ്മുടെ സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ ഇതൊക്കെ ഉള്ളത് അബ്ഡോമിനൽ ഏരിയയിലാണ് അല്ലെ, വയറിലാണ് ഇരിക്കുന്നത് അല്ലെ. അപ്പം ആ ഒരു റീജിയനെ പറയാ അബ്ഡോമിനൽ റീജിയൻ എന്ന്. അപ്പൊ നമുക്ക് തൊറാസിക് റീജിയനും ഉണ്ട്, അബ്ഡോമിനൽ റീജിയനും ഉണ്ട്. ഈ ഒരു റീജിയൻ അത് തൊറാസിക്കിനെയും അബ്ഡോമിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഡയഫ്രം. എന്താ പറയാ?
ഡയഫ്രം. അപ്പൊ എന്താ ഡയഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ മസ്കുലാർ വോൾ വിച്ച് സെപ്പറേറ്റ്സ് ദി തൊറാസിക് ആൻഡ് അബ്ഡോമിനൽ ക്യാവിറ്റീസ്. തൊറാസിക്കിനെയും അബ്ഡോമിനൽ ക്യാവിറ്റീനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സ്ട്രക്ചർ ഒരു മസിലാണ് കേട്ടോ. മസിലായിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് എന്ത്? ഡയഫ്രം. സോ ദ മസ്കുലാർ വോൾ വിച്ച് സെപ്പറേറ്റ്സ് ദി തൊറാസിക് ആൻഡ് അബ്ഡോമിനൽ ക്യാവിറ്റീസ്. ക്ലിയർ ആണോ നിങ്ങൾക്കിത്? ഓക്കെ. ദെൻ ആൽവിയോലസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണല്ലേ. അപ്പൊ ആ സ്ട്രക്ചർ മുന്തിരിക്കൊല പോലെ കാണുന്ന സ്ട്രക്ചർ നിങ്ങൾ ഓർത്താൽ മതി കേട്ടോ. ബ്രോങ്കിയോൾസിന്റെ അപ്പുറത്ത് എന്താ ഇങ്ങനെ ഇങ്ങനെ കൊലയായിട്ട് കാണുന്ന സ്ട്രക്ചർ ആണ് എന്താ? ആൽവിയോലസ്. ഓക്കെ, ആൽവിയോലസ്. അപ്പം എന്താണ് ആൽവിയോലസ്? ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. So these are delicate air sacs which are elastic in nature. അപ്പം എയറിന്റെ സാക്കുകളാണ് അല്ലെ, എയർ ഫില്ല് ചെയ്തിട്ടുള്ള എയറിന്റെ സാക്കുകളാണത്. അത് ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് കേട്ടോ. So these are delicate air sacs which are elastic in nature and are seen at the tip of bronchioles. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇത് ബ്രോങ്കിയോൾസ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അറ്റത്താണ് എന്തുള്ളത്? ആൽവിയോലസ് ഉള്ളത്, അല്ലെങ്കിൽ ആൽവിയോലൈ അല്ലെ, പ്ലൂറൽ ആണെങ്കിൽ അങ്ങനെ പറയും. സോ ബ്രോങ്കിയോൾസ്, the network of numerous blood capillaries are found on their surface. അപ്പം ആൽവിയോലസിന്റെ അവിടെ എന്തുണ്ടാവും? നെറ്റ്വർക്ക് ഓഫ് ന്യൂമറസ് ബ്ലഡ് കാപ്പിലറീസ് ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാ ബ്ലഡ് കാപ്പിലറീസ് അവിടെ കാണുന്നത്? നെറ്റ്വർക്ക് ഓഫ് ന്യൂമറസ് ബ്ലഡ് കാപ്പിലറീസ് കാണുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലെ. എന്തുകൊണ്ടാ? പ്യൂരിഫിക്കേഷൻ അല്ലേ. അപ്പൊ അവിടെയാണ് ഈ നമ്മൾ പാത്വേ പറഞ്ഞു, നോസിൽ നിന്ന് നമ്മൾ എത്തിച്ചേർന്ന് എവിടെയാണ്? ലാസ്റ്റ് പറഞ്ഞെത്തിയത് എവിടെയാണ്? ആൽവിയോലസിലാണ് അല്ലെ. അപ്പം ആൽവിയോലസ് ആണ്. ആൽവിയോലസ് എന്ന് പറയുന്നത് ലങ്സിന്റെ പാർട്ട് അല്ലേ. നിങ്ങൾ ആ ഇമേജ് കാണുന്നില്ലേ? ഇങ്ങറ്റത്ത് ലങ്സിലാണ് എന്തുള്ളത്? ആൽവിയോലസ് ഉള്ളത് അല്ലെ. ലങ്സിലാണ് ഇങ്ങറ്റത്ത് എന്തുള്ളത്? ആൽവിയോലസ് ഉള്ളത്. ഈ ലങ്സിലെ ആൽവിയോലസിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ ഹാർട്ടിന്ന് ആര് വരുന്നുണ്ട്? പൾമണറി ആർട്ടറി വരുന്നുണ്ട് അല്ലെ. പൾമണറി ആർട്ടറി വന്നിട്ട് ഇവിടുന്ന് ആൽവിയോലസിൽ പോയിട്ട് എന്ത് ചെയ്യും? പൾമണറി ആർട്ടറി എയർ എക്സ്ചേഞ്ച് നടത്തും. എന്നിട്ടാണ് പൾമണറി വെയിൻ വഴി എന്ത് ചെയ്യും? തിരിച്ച് ഹാർട്ടിലേക്ക് എത്തും. ക്ലിയർ? So there are approximately 70 crores alveoli in both lungs together. The surface area of alveoli is approximately 70 meter square. It increases the area of respiratory surface and make the gaseous exchange efficient. അപ്പം alveoli ആണ് നമ്മുടെ gaseous exchange എഫിഷ്യന്റ് ആക്കാൻ വേണ്ടിട്ട് അല്ലെ. നമ്മുടെ ഈ കൊടുക്കുന്ന നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്ന ഓക്സിജനെയും നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ഒക്കെ എന്ത് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ആൽവിയോലൈ എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ്. ബ്രോങ്കിയോൾസിന്റെ അങ്ങ് അറ്റത്ത് കാണുന്ന റൗണ്ട് ആയിട്ട് കാണുന്ന സ്ട്രക്ചർ ആണ് എന്ത്? ആൽവിയോലൈ എന്ന് പറയുന്നത്. ആൻഡ് ആൽവിയോലൈ എന്ന് പറയുന്നത് ഡെലിക്കേറ്റ് എയർ സാക്സ് ആണ് which are elastic in nature where exchange of gases അല്ലെ, ഗ്യാസ് occurs. അപ്പം റെസ്പിറേറ്ററി ഗ്യാസസ് ടേക്ക് പ്ലേസ് അല്ലെ. അപ്പം ഇതാണ് ആൽവിയോലൈന്റെ സ്ട്രക്ചർ അല്ലെ. കുറച്ചും കൂടി വലുതാക്കിയിട്ട് നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ, ബോളായിട്ട് കൊലയായിട്ട് കാണുന്നുണ്ട് അല്ലെ. സോ ഇതാണ്. ഇതിന്റെ മുകളിൽ എന്തുണ്ട്? കുറേ ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട് അല്ലെ. നിങ്ങൾ കാണുന്നുണ്ട്, പിക്ചർ നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ. ബ്ലഡ് കാപ്പിലറീസ് എന്തുണ്ട്? നമ്മുടെ പൾമണറി ആർട്ടറി എന്ന് വരുന്ന ആർട്ടറിന് എന്തുണ്ട്? ബ്രാഞ്ചസ് ഇവിടെ പോയിട്ട് കാപ്പിലറി ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. ഈ കാപ്പിലറി വഴിയാണ് ബ്ലഡ് വരുന്നത്. ഈ ബ്ലഡിലേക്ക് വേണം ആര് ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്? നമ്മള് പുറമേന്ന് ബ്രീത്ത് ഇൻ ചെയ്യുന്ന ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഈ പൾമണറി ആർട്ടറിന്റെ കാപ്പിലറീസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതാണ് ആൽവിയോലൈ. എന്താ ആൽവിയോലൈ? And since muscular activities increase during exercise, more energy is required. As more energy is required, the requirement of oxygen also increases. അപ്പം മസ്കുലാർ ആക്ടിവിറ്റീസ്, നമ്മൾ എന്തെങ്കിലും എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസിലിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ കൂടുതലേ. അപ്പം നമുക്ക് എന്ത് വേണം? കുറേ എനർജി വേണം. എനർജി എങ്ങനെ കിട്ടുക? നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ത് ചെയ്യണം? ഗ്ലൂക്കോസ് എന്ത് ചെയ്യണം? ബ്രേക്ക് ഡൗൺ ആവണം അല്ലെ. ബ്രേക്ക് ഡൗൺ ആവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഓക്സിജൻ വേണം. ഓക്സിജൻ വേണ്ടത്
കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കുറെ എന്ത് ചെയ്യും, ഓക്സിജനെ ഉള്ളിലേക്ക് എടുക്കും. ഓക്സിജനെ ഉള്ളിലേക്ക് എടുത്തിട്ട് പോയിട്ട് നമ്മൾ കഴിച്ച ഫുഡിലെ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്താലാണ് എന്ത് കിട്ടുക, എനർജി കിട്ടുക. നമുക്ക് കളിക്കാനും ഓടാനും ചാടാനും ഒക്കെയുള്ള എനർജി കിട്ടുന്നത് ഈ ഒരു ബ്രേക്ക് ഡൗണിൽ നിന്നാണ് അല്ലെ. So besides, more carbon dioxide has to be eliminated from the body. അപ്പൊ നമുക്ക് ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എനർജി കിട്ടുമെന്ന് പറഞ്ഞു, അതിന് ഓക്സിജൻ ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പം ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുകയും ചെയ്യും. സോ ആ കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യുകയും വേണം, ടൈംലി നമ്മൾ റിമൂവ് ചെയ്യുകയും വേണം. This is the reason for the rate of increase of breathing, which is the first step of respiration. അപ്പം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് റെസ്പിറേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്. ദാറ്റ് ഈസ് വെന്റിലേഷൻ. എന്താ? വെന്റിലേഷൻ. അപ്പം എന്താണ് വെന്റിലേഷൻ എന്ന് നമ്മൾ പഠിക്കണം. വെന്റിലേഷൻ. സോ മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം ദി വെന്റിലേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവർക്കും എന്താ അറിയുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ് അല്ലെ. Movement of air from the atmosphere. Ventilation എന്ന് പറഞ്ഞാൽ എന്താ? Movement of air from the atmosphere to lungs and back is known as ventilation. അപ്പം atmosphere എന്ന movement of air അല്ലെ. atmosphere കുറെ എയർ ഉണ്ട്. ഈ atmosphere എയർ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം? ലങ്സിലേക്ക് പോകണം. ലങ്സിലേക്ക് പോവാൻ നമ്മൾ ഒരു പാത്തും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ലങ്സിലേക്ക് എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിലുള്ള എയർ പോകുന്നതെന്നുള്ളൊരു ട്രാക്ക് നിങ്ങൾ പഠിച്ചു അല്ലെ. ഏതാണ്? എക്സ്റ്റേണൽ നോസ്ട്രൽ, നേസൽ ക്യാവിറ്റി, ഇവിടുന്ന് ട്രക്കിയ ഡിവൈഡ് ചെയ്തിട്ട് ബ്രോങ്കസ് ആയിട്ട് ബ്രോങ്കിയോൾസ് ആയിട്ട് ലാസ്റ്റ് ആൽവിയോല എത്തും അല്ലെ. അങ്ങനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള എയർ എവിടെ എത്തണം? ആൽവിയോല വരെ എത്തണം അല്ലേ. സോ മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം ദി അറ്റ്മോസ്ഫിയർ ടു ദി ലങ്സ്, അത് മാത്രാണോ? ആൻഡ് ബാക്ക്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എയർ ഉള്ളിലേക്കും വരണം, പുറത്തേക്കും പോകണം. ആ ഒരു പ്രോസസ്സിന് നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ റെസ്പിറേഷൻ നാളെ പഠിച്ചുകൊണ്ടിരുന്ന നമ്മൾ റെസ്പയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയും അല്ലേ. പക്ഷെ എക്സാക്ട് അതിന്റെ വേർഡ് എന്താണ്? വെന്റിലേഷൻ. ഓക്കെ, വെന്റിലേഷൻ. സോ മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം ദി അറ്റ്മോസ്ഫിയർ ടു ലങ്സ് ആൻഡ് ബാക്ക് ഈസ് നോൺ ആസ് വെന്റിലേഷൻ. വെന്റിലേഷൻ. ആൻഡ് സ്റ്റേജസ് ഓഫ് വെന്റിലേഷൻ അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാലോ, 2 സ്റ്റേജസ് ആണ് നമുക്ക് വെന്റിലേഷൻ വരിക. ഒന്ന് ഇൻസ്പിരേഷൻ ഓർ ഇൻഹലേഷൻ. ഇൻസ്പിരേഷൻ ഓർ ഇൻഹലേഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും അല്ലെ. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻഹലേഷൻ ആണെങ്കിലും ഇൻസ്പിരേഷൻ ആണെങ്കിലും ഇന്നുണ്ട് അല്ലെ. ഇൻഹലേഷൻ അല്ലെങ്കിൽ ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഉള്ളിലേക്ക് എടുക്കുക അല്ലെ. ഉള്ളിലേക്ക് എടുക്കുക നമ്മൾ. ദ പ്രോസസ് ബൈ വിച്ച് അറ്റ്മോസ്ഫെറിക് എയർ എൻറ്റേഴ്സ് ദി ലങ്സ്. നമ്മള് ഉള്ളിലേക്ക് നമ്മൾ എയറിനെ എടുക്കുന്ന പ്രോസസ്സാണ്, ഇൻസൈഡിലേക്ക് എടുക്കുന്ന പ്രോസസ്സാണ് എന്ത്? ഇൻഹലേഷൻ അല്ലെങ്കിൽ ഇൻസ്പിരേഷൻ. ഓക്കെ, ആൻഡ് യു നോ വാട്ട് ഈസ് എക്സ്പിരേഷൻ ഓർ എക്സ്ഹലേഷൻ? എക്സ്പിരേഷൻ ഓർ എക്സ്ഹലേഷൻ. എക്സ്പിരേഷൻ ഓർ എക്സ്ഹലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? പ്രോസസ് ബൈ വിച്ച് ആൽവിയോലാർ എയർ ഇസ് റിലീസ്ഡ് ഔട്ട്. നമ്മുടെ ആൽവിയോലാർ എയറിനെ പുറത്തേക്ക് വിടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എക്സലേഷൻ എന്ന് പറയാം. അപ്പം വെന്റിലേഷന് 2 സ്റ്റേജസ് ഉണ്ട്. ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈഡിലേക്ക് നമ്മൾ എയർ എടുക്കുന്നുണ്ട്. ആൻഡ് എക്സ്പിരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് വിടുന്നുണ്ട്. അതാണ് എക്സ്പിരേഷൻ അല്ലെങ്കിൽ എക്സലേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മള് ഇതിനെ ഹെൽപ്പ് ചെയ്യും. ചുമ്മാ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, ഫോർ എക്സാമ്പിൾ ഹാർട്ടിന് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഹാർട്ട് എന്ത് ചെയ്യില്ല, ലൈക്ക് ബ്ലഡ് വെസൽസിൽ കൂടെ എന്ത് ചെയ്യില്ല, ബ്ലഡ് പമ്പ് ചെയ്യില്ല. അതിന് എന്ത് ചെയ്യണം? ഒരു പമ്പിങ് മെഷീനായിട്ട് ഹാർട്ട് ആക്ട് ചെയ്യണം അല്ലെ. ഹാർട്ട് ഇങ്ങനെ ഒരു പമ്പിങ് മെഷീനെ പോലെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബ്ലഡ് ത്രൂ ഔട്ട് ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ചുമ്മാ നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല? നമുക്ക് ഇൻസ്പിരേഷനും എക്സലേഷനും എന്ത് ചെയ്യില്ല, നടക്കില്ല. അപ്പം അതിനു വേണ്ടിയിട്ട് ബോഡിയിൽ കുറച്ച് മെക്കാനിസംസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ലേ? ഇതെന്താ സംഭവം എന്നറിയോ മക്കളെ? ഇവിടെയാണ് നമ്മളെ ലങ്സ് ഇരിക്കുന്നത് അല്ലെ. ഈ ലങ്സില് ഈ ലങ്സ് ഇവിടെ ഉണ്ട്. ഈ ലങ്സിന്റെ ഇവിടെ നമ്മൾ കാണുന്നത് നിങ്ങൾക്ക് തൊട്ട് കഴിഞ്ഞാൽ മനസ്സിലായി, ഇവിടെ ഒരു എല്ലുണ്ട് അല്ലെ. ഇവിടെ ഒരു കട്ടിയുള്ള എല്ലുണ്ട്. ആ എല്ലിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റേണം. ഓക്കെ, സ്റ്റേണത്തിന്റെ ചുറ്റുമായിട്ട് നമുക്ക് ഇങ്ങനെ കുറെ റിബ്സുകൾ ഉണ്ട് അല്ലെ. ഇങ്ങനെ
റിബ്സുകൾ ഉണ്ട്. ഇവിടുന്ന് ബാക്കിലേക്ക് പോകുന്ന നിങ്ങൾക്ക് സൈഡിലൊക്കെ പാൽപേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് എല്ലുകൾ അല്ലെ, ഇങ്ങനെ കുറച്ച് എല്ലുകളുണ്ട്. ആ എല്ലുകൾ ഇങ്ങനെ അവിടുന്ന് 2 സൈഡിലായിട്ട് എല്ലുകൾ ഇങ്ങനെ പോകുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ തൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഈ എല്ലുകൾ ഫീൽ ചെയ്യാൻ പറ്റും. ഈ എല്ലുകളാണ്, ഈ എല്ലുകൾക്ക് ഉള്ളിലാണ് എന്തുള്ളത്, റിബ് കേജിന്റെ ഉള്ളിലാണ് ആരുള്ളത്, ലങ്സ് ഉണ്ട് അല്ലെ, ലങ്സ് ഉണ്ട്. അപ്പം ഈ എല്ലുകള് എന്ത് ചെയ്യുന്നുണ്ട്, ഈ എല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, റിബ്സ് അല്ലെ. നമ്മൾ ഈ എല്ലുകളെ വിളിക്കുന്ന പേരാണ് റിബ്സ്. അപ്പൊ ഫ്രണ്ടിലുള്ള ഈ പരന്നിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ഈ എല്ലിനെ വിളിക്കുക സ്റ്റേർണം എന്നാണ്. ആൻഡ് അതിന്റെ ചുറ്റുമുള്ള എല്ലുകളെ വിളിക്കുന്ന പേരാണ് റിബ്സ് എന്ന്. ആൻഡ് നമ്മൾ പറഞ്ഞു ഡയഫ്രം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ, ഈ ചുവന്ന റെഡ് കളറിൽ കാണിക്കുന്ന ഒരു മസിൽ കണ്ടോ നിങ്ങൾ, ഒരു മസ്കുലാർ ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ് കേട്ടോ. ഡയഫ്രം എന്ന് പറയുന്നത് മസിൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓർഗൻ ആണ്. ഇവിടെ എന്താണ്, അബ്ഡോമിൻ ആണ് അല്ലെ. അപ്പം ഈ ഒരു അബ്ഡോമിനൽ ക്യാവിറ്റിനെയും തൊറാസിക് ക്യാവിറ്റി അല്ലെ, ഈ ചെസ്റ്റ് ഏരിയനെ നമ്മൾ എന്താ പറയാ, തൊറാസിക് ക്യാവിറ്റി. അപ്പം തൊറാസിക് ക്യാവിറ്റിനെയും അബ്ഡോമിനൽ ക്യാവിറ്റിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഓർഗൻ ആണ് എന്ത്, ഡയഫ്രം. അപ്പം ഇവിടെ എന്തുണ്ട്, ഡയഫ്രം എന്ന് പറയുന്ന മസിൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചർ ഉണ്ട്. റെഡ് കളറിൽ നിങ്ങൾ കാണുന്നില്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡയഫ്രം അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. ആൻഡ് ഓൾസോ നിങ്ങൾ ഇവിടെ നോക്കുമ്പം നിങ്ങൾ ഇങ്ങനെ, ഞാൻ ഈ പിക്ചറിന്റെ അകത്ത് കുറച്ച് സൈഡിൽ കൂടെ പോകുന്ന എല്ലുകളെ മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ അല്ലെ. കുറച്ച് എല്ലുകൾ സൈഡിൽ കൂടെ പോകുന്നുണ്ട് അല്ലെ, ഇങ്ങനെ കുറച്ച് എല്ലുകൾ പോകുന്നുണ്ട് ഈ 2 സൈഡിലായിട്ട്. പക്ഷേ ഈ എല്ലുകളെ ഇടയിൽ, ഓരോ എല്ലുകളുടെ ഇടയിൽ എന്തുണ്ട്, കുറച്ച് മസിലുകളുണ്ട്. കാണുന്നുണ്ടോ നിങ്ങൾ, റെഡ് കളറിൽ ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ ആണ് എന്താ, കുറച്ച് മസിലുകളുണ്ട്. ആ മസിലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഓരോ എല്ലിന്റെ ഇടയിലും നിങ്ങൾ ഇവിടെ തൊട്ട് നോക്കുന്ന സമയത്ത് കിട്ടുന്ന ഓരോ എല്ലിന്റെ ഇടയിലും എന്തുണ്ട്, മസിലുകളുണ്ട്. ആ മസിലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർകോസ്റ്റൽ മസിൽസ്. ഓക്കെ, എന്താ വിളിക്കുക, ഇന്റർകോസ്റ്റൽ മസിൽസ്. അപ്പം റിബ്സിന്റെ ഇടയിലുള്ള മസിലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇന്റർകോസ്റ്റൽ മസിൽസ്. അപ്പം ഇന്റർകോസ്റ്റൽ മസിൽസ് റിബ്സിന്റെ ഇടയിലുള്ള മസിലുകൾ. അപ്പൊ നമ്മുടെ ചുറ്റും ഈ ലങ്സിന്റെ ചുറ്റും എന്തുണ്ട്, റിബ്സ് ഉണ്ട്. റിബ്സിന്റെ ഓരോ റിബ്സിന്റെ ഇടയിലുമായിട്ട് ഇന്റർകോസ്റ്റൽ മസിൽസ് ഉണ്ട്. ഇതിന് താഴെയായിട്ട്, റിബ് കേജിന്റെ താഴെയായിട്ട് എന്തുണ്ട്, ഒരു മസ്കുലാർ ഓർഗൻ ഉണ്ട്. അതിനെ നമ്മൾ ഡയഫ്രം എന്ന് വിളിച്ചു. ഈ ഡയഫ്രം ആണ് തൊറാസിക് ക്യാവിറ്റിയെയും അബ്ഡോമിനൽ ക്യാവിറ്റിയെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ആൻഡ് നമ്മൾ ഇൻസ്പിരേഷന്റെ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, എക്സ്പിരേഷന്റെ സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്നാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പം ഇൻസ്പിരേഷന്റെ സമയത്ത് എന്ത് സംഭവിക്കുന്നു, എക്സ്പിരേഷന്റെ സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് പഠിക്കാം. സോ ഇൻസ്പിരേഷന്റെ സമയത്ത് നിങ്ങൾക്ക് അറിയുന്ന പോലെ ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എയർ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ്സാണ് എന്ത്, ഇൻസ്പിരേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെ. എയറിന് നമ്മൾ മൂക്ക് വഴി ഇൻഹെയിൽ ചെയ്ത് ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ് ആണ് ഇൻസ്പിരേഷൻ. ആൻഡ് ഈ സമയത്ത് ഇന്റർകോസ്റ്റൽ മസിൽ ഉണ്ട് അല്ലെ, ഇന്റർകോസ്റ്റൽ മസിൽ ഉണ്ട്. ഇന്റർകോസ്റ്റൽ മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മസിലായിരുന്നു, ഇവിടെ നിങ്ങൾക്ക് റിബുകൾ കാണാം അല്ലെ, ഈ എല്ലുകൾ കാണാം. ഈ എല്ലുകൾക്ക് ഇടയിൽ കാണുന്ന ഈ മസിലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റർകോസ്റ്റൽ മസിൽ എന്ന് പറയുന്നത്. ഈ ഇന്റർകോസ്റ്റൽ മസിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കൺട്രാക്ട് ചെയ്യും. ഓക്കെ, ഇവര് കൺട്രാക്ട് ചെയ്യും. അപ്പം ഈ മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി എന്ത് ചെയ്യും, ഉയർന്നിട്ട് വരും. ഈ റിബ് കേജ് എന്ത് ചെയ്യും, കുറച്ച് ഉയർന്നിട്ട് വരും. ആൻഡ് റിബ് എന്ത് ചെയ്യും, ഈ റിബ്സ് എന്ത് സംഭവിക്കും, ഇന്റർകോസ്റ്റൽ മസിൽ എന്താ ചെയ്യുന്നത്, കൺട്രാക്ട് ചെയ്യും. ആൻഡ് റിബ്സ് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിബ് റൈസ് ചെയ്യും, ഉയർന്നിട്ട് വരും. അപ്പം ഇന്റർകോസ്റ്റൽ മസിൽ കൺട്രാക്ടും ചെയ്തു, റിബ് കേജ് എന്ത് ചെയ്യുകയും ചെയ്തു, പൊങ്ങി വരികയും ചെയ്തു. ഡയഫ്രം എന്ത് ചെയ്തു, ഡയഫ്രവും എന്ത് ചെയ്തു, താഴേക്ക് എന്ത് ചെയ്യും, കൺട്രാക്ട് ചെയ്യും. ഡയഫ്രം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, തൊറാസിക് ക്യാവിറ്റിനെയും അബ്ഡോമിനൽ ക്യാവിറ്റിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മസിലായിരുന്നു ഡയഫ്രം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഡയഫ്രം എന്ന് പറയുന്ന സാധനം കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇത് താഴേക്ക് വരും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്റർകോസ്റ്റൽ മസിൽ കൺട്രാക്ട് ചെയ്തു, റിബ്സ് മേലേക്ക് റൈസ് ചെയ്തു, ആൻഡ് ഓൾസോ ഡയഫ്രം താഴേക്കും വന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഇവിടെ എന്ത് കൂടി, തൊറാസിക് ക്യാവിറ്റി ഇല്ല, ഇതിനുള്ളിലുള്ള സ്ഥലം എന്തായി, കൂടി. മൊത്തത്തില് ഇത് കൺട്രാക്ട് ചെയ്ത് ഇതെല്ലാ സ്ഥലങ്ങളും എന്ത് ചെയ്തു, ഇതിനുള്ളിലുള്ള സ്പേസ് എന്ത് ചെയ്തു, കൂടി. ഓക്കെ, ഇതിനുള്ളിലുള്ള സ്പേസ്
കൂടി. ഇതിന്റെ ഉള്ളിലുള്ള സ്പേസ് കൂടുന്ന പറയുമ്പം ഇവിടുത്തെ പ്രഷർ എന്ത് ചെയ്തു മക്കളെ? കുറഞ്ഞു. ഇതിന്റെ ഉള്ളിലുള്ള സ്പേസ് കൂടി, ഇതിന്റെ ഉള്ളിലുള്ള പ്രഷർ കുറഞ്ഞു. അപ്പം ഇതിന്റെ ഉള്ളിലെ പ്രഷറിനേക്കാളും കൂടുതലാണ് പുറത്ത് അറ്റ്മോസ്ഫിയറിലെ പ്രഷർ. ക്ലിയർ? ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മുടെ ഇടയിലുള്ള മസിൽസ് ആണ് ഇന്റർകോസ്റ്റൽ മസിൽസ്. ഈ ഇന്റർകോസ്റ്റൽ മസിൽസ് കൺട്രാക്ട് ചെയ്തു. ഇൻസ്പിരേഷന്റെ സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ത് ചെയ്തു? കൺട്രാക്ട് ചെയ്തു. ഈ റിബ്സ് എന്ത് ചെയ്തു? റൈസ് ചെയ്തു, മോളേക്ക് ഉയർന്നു. ആൻഡ് ഓൾസോ ഡയഫ്രം എന്ത് ചെയ്തു? കൺട്രാക്ട് ചെയ്ത് താഴേക്ക് പോയി. അപ്പൊ ഈ 3 കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഇതിനുള്ളിലുള്ള വോളിയം അല്ലെ, ഈ ക്യാവിറ്റിന്റെ ഉള്ളിലുള്ള സ്ഥലം എന്ത് ചെയ്തു? കൂടി. ക്യാവിറ്റിനുള്ള സ്ഥലം കൂടുകയും ചെയ്തു. ആൻഡ് ഓൾസോ എന്ത് സംഭവിച്ചു മക്കളെ? എന്ത് സംഭവിച്ചു? ഇവിടെ എന്ത് ചെയ്തു? പ്രഷർ കുറഞ്ഞു. ഈ പ്രഷർ കുറയുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ നല്ല പ്രഷർ ഉണ്ട്. അറ്റ്മോസ്ഫിയറിൽ നല്ല പ്രഷർ ഉണ്ടാകുന്ന സമയത്ത് പ്രഷർ കൂടിയ സ്ഥലത്തുനിന്ന് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എയർ ഉള്ളിലേക്ക് എടുക്കും. അങ്ങനെയാണ് ഇൻസ്പിരേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പം അതാണ് ഇൻസ്പിരേഷൻ. ഇനി എക്സ്പിരേഷന്റെ സമയത്ത് എന്താണ് നടക്കുന്നതെന്ന് നോക്കാം. ഇന്റർകോസ്റ്റൽ മസിൽസിലെ മക്കളെ, ഈ ഇന്റർകോസ്റ്റൽ മസിൽ നേരത്തെ കൺട്രാക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ, അപ്പൊ എന്ത് ഉയർന്നു പോയിട്ടുണ്ടാവും. ഇവിടെ എക്സ്പിരേഷന്റെ സമയത്ത്, അതായത് എയർ പുറത്തേക്ക് വിടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇന്റർകോസ്റ്റൽ മസിൽ നേരത്തെ കൺട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്പിരേഷൻ സമയത്ത്. ഇപ്പം ഈ ഇന്റർകോസ്റ്റൽ മസിൽസ് റിട്ടേൺസ് ടു ദി ഒറിജിനൽ കണ്ടീഷൻ. നേരത്തെ കൺട്രാക്ട് ചെയ്ത മസിൽ എന്ത് ചെയ്യും? ഇപ്പം ഒറിജിനൽ കണ്ടീഷനിലേക്ക് തിരിച്ചു വരും. ആൻഡ് ഓൾസോ റിബ്സ് എന്ത് ചെയ്യും? താഴേക്ക് വരും. റിബ്സും താഴേക്ക് വന്നു. ഇന്റർകോസ്റ്റൽ മസിൽ പ്രീവിയസ്ലി ഉള്ള സ്റ്റേറ്റിലേക്ക് വരികയും ചെയ്തു. ആൻഡ് ഡയഫ്രം എന്ത് ചെയ്തു? ഒറിജിനൽ കണ്ടീഷനിലേക്ക്. അപ്പം റിബ്സും ഇന്റർകോസ്റ്റൽ മസിൽസും ഡയഫ്രം എല്ലാം എന്ത് ചെയ്തു? ഒറിജിനൽ പൊസിഷനിലേക്ക് വന്നു. ഇതിനുള്ളിലുള്ള വോളിയം എന്ത് ചെയ്തു മക്കളെ? കുറഞ്ഞു. ആൻഡ് ഓൾസോ ഇവിടുത്തെ പ്രഷറും കൂടി. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും ഇവിടുത്തെ പ്രഷർ അല്ലെ, പുറത്തുള്ള പ്രഷറിനേക്കാളും ഇവിടുത്തെ പ്രഷർ കൂടിയ സ്ഥിതിക്ക് എന്ത് ചെയ്തു? എയർ എക്സെയിൽ ചെയ്ത് പുറത്തേക്ക് വിട്ടു. അപ്പം അതാണ് ഇൻസ്പിരേഷന്റെ സമയത്തും എക്സ്പിരേഷന്റെ സമയത്തും നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു കോളം ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്റർകോസ്റ്റൽ മസിൽ എന്താ ചെയ്യുന്നത് മക്കളെ? ഇൻസ്പിരേഷന്റെ സമയത്ത് കൺട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ, കൺട്രാക്ഷൻ ആണ് അല്ലെ, കൺട്രാക്ട് ചെയ്യും. ആൻഡ് മൂവ്മെന്റ് ഓഫ് റിബ് എന്താ ചെയ്യുന്നത്? റിബ് മൂവ്മെന്റ് എങ്ങോട്ടേക്കാ? റിബ് എന്ത് ചെയ്യും? റൈസ് ചെയ്യും അല്ലെ, റിബ് മേലേക്ക് ഉയരും. അപ്പം റിബ് എന്ത് ചെയ്യും? റൈസസ്. പിന്നെ എന്തോ? ചേഞ്ച് ദാറ്റ് ഒക്കേഴ്സ് ടു ദി ഡയഫ്രം. ഡയഫ്രം എന്താ ചെയ്യുക? ഡയഫ്രം കൺട്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? താഴേക്ക് വരും അല്ലെ. ഡയഫ്രം എന്താ ചെയ്യുന്നത്? കൺട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. ഡയഫ്രം കൺട്രാക്ട്സ്. അപ്പം വോളിയം ഓഫ് തൊറാസിക് ക്യാവിറ്റി എന്ത് സംഭവിച്ചു? തൊറാസിക് ക്യാവിറ്റിയിലെ വോളിയം എന്ത് ചെയ്തു? കൂടി അല്ലെ. എല്ലാ സാധനങ്ങളും റിബ്സ് ഒക്കെ താഴേക്ക് എന്തായി? ഇതൊക്കെ എന്ത് ചെയ്തു? പൊങ്ങുകയും ചെയ്തു. ഇവിടുത്തെ റിബ്സ് ഒക്കെ എന്ത് ചെയ്തു? ഉയർന്ന് റൈസ് ചെയ്യുകയൊക്കെ ചെയ്തു അല്ലെ. റൈസ് ചെയ്യുന്ന സമയത്ത് ഈ തൊറാസിക് ക്യാവിറ്റിന്റെ വോളിയം എന്ത് ചെയ്തു? കൂടി. വോളിയം കൂടുകയും ചെയ്തു. പ്രഷർ ഓഫ് എയർ ഇൻ ദി ലങ്സ്. ലങ്സിലുള്ള എയറിന്റെ പ്രഷർ എന്ത് ചെയ്തു? ഡിക്രീസസ്, കുറയും. ലങ്സിലുള്ള എയറിന്റെ പ്രഷർ കുറയുന്നത് കൊണ്ടാണ് പുറത്തുള്ള പ്രഷർ കൂടിയത് കൊണ്ട് എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യും? ഒരു ഫ്ലോ ഉണ്ടാവും അല്ലെ. പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് ഒരു ഫ്ലോ ഉണ്ടാവും. ഇവിടുത്തെ കേസിൽ നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയിൽ പ്രഷർ കുറവാണ്. പുറത്തെന്താണ്? അറ്റ്മോസ്ഫിയറിൽ എന്താണ്? പ്രഷർ കൂടുതലാണ്. അപ്പൊ കൂടിയ സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യും? കുറഞ്ഞ സ്ഥലത്തേക്ക് ഫ്ലോ ചെയ്യും, അല്ലെങ്കിൽ എയർ ഫ്ലോ ചെയ്യും. ആൻഡ് മൂവ്മെന്റ് ഓഫ് എയർ എവിടുന്ന? ഔട്ട്സൈഡ്, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ടു ലങ്സ് അല്ലെ. ഫ്രം ഔട്ട്സൈഡ് ടു ലങ്സ്. പുറത്തുനിന്ന് ലങ്സിന്റെ ഉള്ളിലേക്ക് എയർ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ. ഇനി എക്സ്പിരേഷന്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? എക്സ്പിരേഷന്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? എക്സ്പിരേഷന്റെ സമയത്ത് ആക്ഷൻ ഓഫ് ഇന്റർകോസ്റ്റൽ മസിൽ എന്താ? റിട്ടേൺ ടു എന്താണ്? റിട്ടേൺ ടു നോർമൽ സ്റ്റേറ്റ് ആണല്ലേ. നോർമൽ ആയിട്ട് വരും.
പിന്നെയോ റിബ്സ് എന്ത് ചെയ്യും താഴോട്ടേക്ക് വരും അല്ലെ. റിബ് കേജ് എന്താ സംഭവിക്കുന്നത്, റിബ്സ് എന്ത് ചെയ്യും, റിബ്സ് ലോവേഴ്സ് അല്ലെ, റിബ്സ് താഴേക്ക് വരും, റിബ്സ് ലോവേഴ്സ്. ഡയഫ്രം എന്ത് സംഭവിക്കും, ഡയഫ്രം എന്ത് ചെയ്യും, റിട്ടേൺ ടു നോർമൽ സ്റ്റേറ്റ്. വോളിയം ഓഫ് thoracic cavity എന്ത് ചെയ്യും, കുറയും. വോളിയം ഓഫ് thoracic cavity കുറയും അല്ലെ. ഇതെല്ലാ സാധനങ്ങളും പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടുത്തെ വോളിയം കുറയും. ഇവിടുത്തെ വോളിയം കുറയുകയും ചെയ്യും, ഇവിടുത്തെ പ്രഷർ കൂടുകയും ചെയ്യും. പ്രഷർ കൂടിയ സ്ഥലത്തുനിന്ന് പുറത്ത് പ്രഷർ കുറവാണ്, അപ്പൊ എന്ത് ചെയ്യും, പ്രഷർ കൂടിയ സ്ഥലത്തുനിന്ന് പുറത്തേക്ക് എയർ പോകും. അപ്പം അതാണ് പ്രഷർ ഓഫ് എയർ ഇൻ ദി ലങ്സ് എന്ത് ചെയ്യും മക്കളെ, ഇൻക്രീസസ്. ലങ്സിൽ എയറിന്റെ പ്രഷർ എന്ത് ചെയ്യും, കൂടും. പ്രഷർ ഓഫ് എയർ ഇൻ ദ ലങ്സ് ഇൻക്രീസസ്. മൂവ്മെന്റ് ഓഫ് എയർ എങ്ങോട്ടേക്കായിരിക്കും, ഫ്രം ലങ്സ് ടു ഔട്ട്സൈഡ് അല്ലെ, മൂവ്മെന്റ് ഓഫ് എയർ എവിടെ നിന്ന് അങ്ങോട്ടേക്കായിരിക്കും, ലങ്സിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക്, ഫ്രം ലങ്സ് ടു ഔട്ട്സൈഡ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്ത് നടക്കുന്നത്, വെന്റിലേഷനിൽ നടക്കുന്നത്. എന്തായിരുന്നു വെന്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം അറ്റ്മോസ്ഫിയർ ടു ലങ്സ് ആൻഡ് ബാക്ക് അല്ലെ, ഉള്ളിലേക്കും പുറത്തേക്കും. രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു, ഇൻസ്പിരേഷനും എക്സ്പിരേഷനും. ഇൻസ്പിരേഷന്റെ സമയത്ത് ഇന്റർകോസ്റ്റൽ മസിൽ കൺട്രാക്ട് ചെയ്യും, റിബ്സ് എന്ത് ചെയ്യും, റൈസ് ചെയ്യും, ഡയഫ്രം എന്ത് ചെയ്യും, കൺട്രാക്ട് ചെയ്യും, വോളിയം ഓഫ് thoracic cavity എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും, പ്രഷർ ഓഫ് എയർ ഇൻ ദ ലങ്സ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും, മൂവ്മെന്റ് ഓഫ് എയർ അങ്ങോട്ടേക്കായിരിക്കും, ഫ്രം ഔട്ട്സൈഡ് ടു ലങ്സ് ആയിരിക്കും. ഇനി നേരെ മറിച്ച് എക്സ്പിരേഷന്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്, ആക്ഷൻ ഓഫ് ഇന്റർകോസ്റ്റൽ മസിൽ എന്താണ്, റിട്ടേൺ ടു നോർമൽ സ്റ്റേറ്റ് ആണ്. ആൻഡ് മൂവ്മെന്റ് ഓഫ് റിബ്സ് എങ്ങോട്ടേക്കാണ്, താഴേക്ക് വരും. എന്നിട്ട് ആൻഡ് ഓൾസോ ചേഞ്ച് ദാറ്റ് ഒക്കേഴ്സ് ടു ദ ഡയഫ്രം എന്താണ്, റിട്ടേൺ ടു നോർമൽ സ്റ്റേറ്റ് ആണ്. ആൻഡ് വോളിയം ഓഫ് ദ thoracic cavity എന്താണ്, ഡിക്രീസ് ചെയ്യും. ആൻഡ് പ്രഷർ ഓഫ് എയർ ഇൻ ദ ലങ്സ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ആൻഡ് മൂവ്മെന്റ് ഓഫ് എയർ എന്ന് പറയുന്നത് ഫ്രം ലങ്സ് ടു ഔട്ട്സൈഡ്, ലങ്സ് നിന്ന് പുറത്തേക്കാണ് മൂവ്മെന്റ് ഉണ്ടാവുക. ഓക്കെ, ദ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് റെസ്പിറേഷൻ. അപ്പം ഇപ്പൊ എന്താ സംഭവിച്ചിട്ടുള്ളത്, ഒരു സ്റ്റേജ് കഴിഞ്ഞു അല്ലെ, വെന്റിലേഷൻ എന്ന് പറയുന്ന തുടക്കത്തിലെ സ്റ്റേജ് കഴിഞ്ഞു അല്ലെ, സ്റ്റാർട്ടിങ് സ്റ്റേജ് കഴിഞ്ഞു വെന്റിലേഷൻ. ഇനി അടുത്ത സ്റ്റേജ് ആണ് ഉള്ളിൽ നിന്നെല്ലാം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പുറത്തുനിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, എയറിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഉള്ളിലേക്ക് ലങ്സ് വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന സ്ഥാനം എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്തേക്കും വിട്ടിട്ടുണ്ട് അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്കും പോയിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് ഉള്ളിലേക്ക് എടുത്ത എയർ, അതാണ് ഫസ്റ്റ് സ്റ്റേജ്, ദാറ്റ് ഈസ് ഇൻസ്പിരേഷൻ. വെന്റിലേഷൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിൽ എന്ത് സംഭവിക്കണം, നമ്മൾ ഈ എടുത്തിട്ടുള്ള ഓക്സിജൻ എന്ത് ചെയ്യണം, നമ്മൾ ബ്ലഡിന് കൊടുക്കണം അല്ലെ, നമ്മൾ ബ്ലഡിന് കൊടുക്കണം. എവിടുന്നാ ബ്ലഡ് വരുന്നത്, ഹാർട്ടിൽ നിന്ന് പൾമണറി ആർട്ടറി വഴി ആര് വരുന്നുണ്ട്, ബ്ലഡ് വരുന്നുണ്ട്. ആ പൾമണറി ആർട്ടറിന്റെ ബ്രാഞ്ചസിലേക്ക്, ആ കാപ്പിലറീസിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇൻഹൈൽ ചെയ്തിട്ടുള്ള ഓക്സിജൻ എന്ത് ചെയ്യണം, സപ്ലൈ ചെയ്യണം. ഓക്കെ, the next stage of respiration is the exchange of oxygen from the air which has entered the alveolus into the blood and exchange of carbon dioxide into the alveolus from the blood. This is called alveolar exchange of gases. അപ്പം ഫസ്റ്റ് നമ്മൾ വെന്റിലേഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആൽവിയോലാർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് അല്ലെ. ആൽവിയോലാർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ, ആൽവിയോലയിൽ നിന്നും എന്ത് ചെയ്യണം, ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ഇൻഹെയിൽ ചെയ്തെടുത്തിട്ടുള്ള ഇൻസ്പിരേഷൻ വഴി അല്ലെങ്കിൽ ഇൻഹലേഷൻ വഴി എടുത്തിട്ടുള്ള ഓക്സിജനെ ബ്ലഡിന് കൊടുത്തിട്ട് ബ്ലഡ് കൊണ്ടുതരുന്ന കാർബൺ ഡൈ ഓക്സൈഡിന് എന്ത് ചെയ്യണം, നമ്മൾ പുറത്തേക്ക് കളയണം. That is second stage of respiration. എന്താ മക്കളെ, that is alveolar exchange of gases. Exchange of gases occur between alveoli and the blood in the capillaries which covers them. How does that process take place? അപ്പം എങ്ങനെയാണ് ഈ alveolar exchange of gases നടക്കുന്നതെന്നാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ എല്ലാ ആൽവിയോലയും ഒന്നും വരച്ചിട്ടില്ല, ഒരൊറ്റ ആൽവിയോല നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു മുന്തിരിക്കൊല പോലെയുള്ള ഒരു ആൽവിയോലനെ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ആൽവിയോലനെ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ആൽവിയോലേൻ്റെ അകത്ത് എന്താ വരിക, നമ്മൾ ഈ ആൽവിയോല എന്ന് പറഞ്ഞാൽ എവിടുത്തെ സ്ട്രക്ചറാന്ന് നിങ്ങൾ മനസ്സിൽ വരണം കേട്ടോ. നോസ് വഴി നമ്മൾ ഇൻഹെയിൽ ചെയ്തിട്ടുള്ള എയർ ആണ് ഇങ്ങോട്ടേക്ക് വരിക അല്ലെ.
എന്താ കൂടുതലായിട്ടുണ്ടാവുക? ഓക്സിജൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഈ നമ്മൾ ഈ ഇൻഹെയിൽ ചെയ്തിട്ടുള്ള ഓക്സിജൻ ആണ് ആൽവിയോലേന്റെ ബ്രോങ്കസ് ബ്രോങ്കിയോൾസ് വഴി എവിടെ എത്തുന്നുണ്ട്? ആൽവിയോലയിൽ എത്തുന്നുണ്ട്. ദാ ഇവിടുന്ന് നിങ്ങൾ ഓക്സിജൻ എൻ്റർ ചെയ്യുന്ന കണ്ടോ? ആൽവിയോലേക്ക് ഓക്സിജൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവിടെ നിറയെ എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. ക്ലിയർ? അപ്പം ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഇൻഹെയിൽ ചെയ്തിട്ട് ആൽവിയോലയുടെ ഉള്ളിൽ ഓക്സിജൻ നിറച്ചിട്ടുണ്ട്. ഓൾസോ ഇവിടുന്ന് വരുന്ന ആർട്ടറി ആയിരുന്നു റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും പൾമണറി ആർട്ടറി എന്ത് കൊണ്ടുവരുന്നുണ്ട്? ബ്ലഡ് കൊണ്ടുവരുന്നുണ്ട് അല്ലെ? ആർട്ടറി അല്ല, ഇവിടേക്ക് വരുന്ന സമയത്ത് ആർട്ടറി മാറിയിട്ട് കാപ്പിലറീസ് ആയിട്ട് മാറും. കാപ്പിലറീസ് ആയിട്ട് മാറും കേട്ടോ. കാപ്പിലറീസ് ആയിട്ട് എന്തിനാ മാറുന്നത് മക്കളെ? കാപ്പിലറീസ് ആയിട്ട് എന്തിനാ മാറുന്നത്? കാപ്പിലറീസ് ആയിട്ട് മാറുന്നതിന് കാപ്പിലറി എന്ന് പറയുന്നത് എന്താണ്? കാപ്പിലറി എന്തായിരുന്നു ഓർക്കുന്നില്ല നിങ്ങൾ? സിംഗിൾ ലെയർ ഓഫ് സെൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ? ഒറ്റ ലെയർ ഓഫ് സെൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇതിന്റെ ഇടയിൽ എന്തുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഇടയിൽ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടാവും. അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫ്യൂഷൻ പോസിബിൾ ആവാൻ വേണ്ടി പറ്റും. ക്ലിയർ? അപ്പം സിംഗിൾ ലെയർ, ഒറ്റ ലെയർ സെല്ലല്ലേ നിങ്ങൾക്ക് ഇവിടെ? ഇതാണ് കാപ്പിലറി കാണുന്നത്. ഈ കാപ്പിലറിയിൽ ഒറ്റ ലെയർ സെല്ലല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ഒരു ലെയർ ഓഫ് സെല്ലല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം ഇതിനകത്ത് കൂടുതലായിട്ടുള്ളത് എന്താണെന്ന് അറിയൂ നിങ്ങൾക്ക്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, അപ്പം കൊണ്ടുവരുന്ന ഈ പൾമണറി ആർട്ടറിന്റെ ബ്രാഞ്ചിങ് ചെയ്ത് വരുന്ന എന്താണ്? കാപ്പിലറീസ് ആണ് അല്ലെ? ഈ കാപ്പിലറീസ് എന്താ കൊണ്ടുവരുന്നത്? ഈ കാപ്പിലറീസ് കൊണ്ടുവരുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനാണ് അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡിനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് ബ്ലഡിൽ നിന്ന്. നമ്മുടെ എല്ലാ സെൽസും എല്ലാ മെറ്റബോളിസും ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെ നമുക്ക് വേണ്ട ഗ്ലൂക്കോസിനൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ കുറേയൊക്കെ ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കാപ്പിലറി ഇങ്ങോട്ടേക്ക് ആൽവിയോലസിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അല്ലെ? ഈ ആൽവിയോലസിന്റെ അടുത്തെത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഈ കാർബൺ ഡൈ ഓക്സൈഡിന് ഇങ്ങോട്ടേക്കും കൊടുക്കണം ഓക്സിജൻ അല്ലെ? ആൽവിയോലസിൽ നിറയെ ഓക്സിജൻ ഉണ്ട്. ഈ ഓക്സിജൻ എന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്കും കൊടുക്കണം. എങ്ങനെയാണിത് പോസിബിൾ ആവുന്നത്? അപ്പം നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ നിങ്ങളൊന്ന് നോക്കിക്കേ. ഇത് ആൽവിയോലേന്റെ വോൾ ആണ്, മെയ്ഡ് അപ്പ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് സെൽസ്. ഇവിടെ നിങ്ങൾ സിംഗിൾ ലെയർ ഓഫ് സെൽസ് കാണുന്നുണ്ട്. ഇവിടെ എന്തുണ്ട്? സിംഗിൾ ലെയർ ഓഫ് സെൽസ് ഉണ്ട്. ഇത് ബ്ലഡിന്റെ കാപ്പിലറിന്റെ വോൾ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇത് ആൽവിയോലാർ ബ്ലഡ് കാപ്പിലറി ആണ് കേട്ടോ. ആൽവിയോലാർ ബ്ലഡ് കാപ്പിലറി ആണ് കേട്ടോ. ആൻഡ് റെസ്പിറേറ്ററി ഗ്യാസസ് ഡിസോൾവ് മേക്സ് ഡിഫ്യൂഷൻ ഈസി. അപ്പം റെസ്പിറേറ്ററി ഗ്യാസസ് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് റെസ്പിറേറ്ററി ഗ്യാസസ്? കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഉണ്ട് അല്ലെ? ആൻഡ് ഇവിടെ നിങ്ങൾക്കറിയാം ഇവിടെ കൂടുതലായിട്ടുള്ളത് ഏതാണ്? ഇവിടെ ഈ ബ്ലഡിനകത്ത് ഈ വരുന്ന ബ്ലഡില കൂടുതലുള്ള ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണോ ഓക്സിജൻ ആണോ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ കൂടുതലായിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലാണ്, ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറവാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? ഇവിടെ കൂടുതലുള്ള സ്ഥലമാണ്, ഇവിടെ കുറച്ച് സ്പേസ് ഫ്രീ ആയിട്ട് ഇരിക്കുക. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? നേരെ ഇങ്ങോട്ടേക്ക് പോകും അല്ലെ? ഇങ്ങോട്ടേക്ക് ഡിഫ്യൂസ് ചെയ്യും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്തു? ആൽവിയോലയിലേക്ക് എത്തി. ആൽവിയോലയിൽ കാർബൺ ഡൈ ഓക്സൈഡ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മേലേക്ക് എന്ത് ചെയ്യും? അത് നമ്മൾ എക്സേൽ ചെയ്ത് കളയും. ആൻഡ് ഓൾസോ ഇവിടുന്ന് നിങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഓക്സിജന്റെ കോൺസെൻട്രേഷൻ ആണ് ഇവിടെ കൂടുതലുള്ളത്. കറക്റ്റ് അല്ലേ? ഇവിടെ ഉള്ളത് എന്താ? ഓക്സിജന്റെ കോൺസെൻട്രേഷൻ ആണ് ഇവിടെ കൂടുതലുള്ളത്. ആൻഡ് ഈ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. ബ്ലഡിൽ മുഴുവൻ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ ഇരിക്കുന്നത്, ഓക്സിജൻ അല്ലല്ലോ. ഓക്സിജന്റെ അളവ് കുറവല്ലേ ബ്ലഡിലുള്ളത്. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ കുറേ ഓക്സിജൻ ഉണ്ട്, ഈ ആൽവിയോലയിൽ കുറേ ഓക്സിജൻ ഉണ്ട്. ഈ ഓക്സിജൻ മുഴുവൻ എന്ത് ചെയ്യും? ഈ ബ്ലഡ് കാപ്പിലറിയിലേക്ക് ഡിഫ്യൂസ് ആവും. അപ്പം ഈ ഓക്സിജൻ ഇത് സിംഗിൾ ലെയർ ഓഫ് സെൽ അല്ലേടാ, സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് ഇങ്ങോട്ടേക്കും ഇവർക്ക് അങ്ങോട്ടേക്കും പോകാൻ പറ്റും. ഒറ്റ ലെയർ ഓഫ് സെൽസ് അല്ലേ ഉള്ളൂ, കുറെ കട്ടി ലെയർ ഇല്ലല്ലോ, കുറെ സെല്ലുകളുടെ ലെയർ ഒന്നും ബ്രേക്ക് ചെയ്ത് പോകാനില്ല. സിംഗിൾ ലെയർ ഓഫ് എപ്പിത്തീലിയം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ എന്താണ്? ഇവിടുന്ന് ഓക്സിജൻ ഇങ്ങോട്ടേക്കും വരും, കാപ്പിലറിയിലേക്കും വരും, കാപ്പിലറിയിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങോട്ടേക്കും പോകും, ആൽവിയോലേക്കിലേക്കും പോകും. ഇതാണ് ഇവിടെ നടക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള മെക്കാനിസം ആണ്. ഇവിടെ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, ഇവിടെ കുറവാണ്. അപ്പം കൂടിയെടുത്തുനിന്ന് കുറഞ്ഞെടുത്തേക്ക് പോകും. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, ഇവിടെ കുറവാണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടിയതിന്റെ അടുത്തുനിന്ന് കുറഞ്ഞതിലേക്ക് പോകും. ഇങ്ങനെയാണ് നമ്മൾ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. ആൽവിയോലാർ എക്സ്ചേഞ്ച് ആണ് കേട്ടോ. ഇതിന് നമ്മൾ എന്താ പറയാ? ആൽവിയോലാർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അപ്പം വെന്റിലേഷൻ കഴിഞ്ഞു, ആൽവിയോലാർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസും കഴിഞ്ഞു. ക്ലിയർ അല്ലേ മക്കളെ?
ക്ലിയർ ആണ്. ഇനി ഒരു ടേം ഉണ്ട്, ദാറ്റ് ഈസ് സർഫക്റ്റന്റ്. ഒന്നുമില്ല, സർഫക്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സബ്സ്റ്റൻസസ് ഇൻസൈഡ് ദി ആൽവിയോലൈ വിച്ച് ഹെൽപ് ദം ടു expand freely when air enters and contract slowly when air is released is called a surfactant. ആ ഒരു ഫ്രിക്ഷൻ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആൽവിയോലയിലുള്ള സാധനമാണ് എന്ത്, സർഫക്റ്റന്റ് എന്ന് പറയുന്നത്. അത് ആൽവിയോലയുടെ ഉള്ളിലുള്ളതാണ്. അതെന്ത് ചെയ്യാൻ പറ്റുക, എയറിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെന്റ് പോസിബിൾ ആക്കുന്ന ആ ഒരു ആളാണെന്ത്, സബ്സ്റ്റൻസ് ഒരാളാണെന്ത് സർഫക്റ്റന്റ് എന്ന് പറയുന്നത്. If the level of surfactant is too low, breathing become difficult. അപ്പം നമുക്ക് എയർ എക്സ്ചേഞ്ച് നടക്കണം. ഈ ബ്രീത്തിങ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമുക്ക് എയർ എക്സ്ചേഞ്ച് നന്നായിട്ട് നടക്കണം. എയർ എക്സ്ചേഞ്ച് നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ആര് വേണം, സർഫക്റ്റന്റ് വേണം. അപ്പൊ സർഫക്റ്റന്റിന്റെ എമൗണ്ട് ഒരു പെർട്ടിക്കുലർ ലെവലിൽ നമുക്ക് സർഫക്റ്റന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബ്രീത്ത് ഇൻ ചെയ്യാനും ബ്രീത്ത് ഔട്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. സോ സർഫക്റ്റന്റിന്റെ ലെവൽ വലിയ കുറവാണെന്നുണ്ടെങ്കിൽ അത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഭയങ്കരമായിട്ട് ഉണ്ടാക്കും. അപ്പം കുട്ടികളൊക്കെ അങ്ങനെ ഡെത്ത് ഉണ്ടാവാനുള്ള ചാൻസ് ന്യൂബോൺ ബേബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ച ഉടനെയുള്ള മക്കൾക്കൊക്കെ സർഫക്റ്റന്റിന്റെ ലെവലൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ശ്വാസം കിട്ടാതെ എന്ത് ചെയ്യും, ഡെത്ത് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്, റെസ്പിറേറ്ററി സിസ്റ്റം ആണ് അല്ലെ. റെസ്പിറേറ്ററി സിസ്റ്റം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റെസ്പിറേറ്ററി സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്, നമ്മൾ റെസ്പിറേറ്ററി പാത്ത് വേ പഠിച്ചു അല്ലെ. ഏതൊക്കെ വഴിയിൽ കൂടെയാണ് എയർ എക്സ്ചേഞ്ച് നടക്കുന്നത് അല്ലെ. എക്സ്റ്റേണൽ നോസ്ട്രൽ ഉണ്ടായിരുന്നു, നേസൽ ക്യാവിറ്റി ഉണ്ടായിരുന്നു, നേസോ ഫാരിങ്സ് ഉണ്ടായിരുന്നു, ട്രക്കിയ ഉണ്ടായിരുന്നു, ബ്രോങ്കസ് ഉണ്ടായിരുന്നു, ബ്രോങ്കിയോൾസ് ഉണ്ടായിരുന്നു, ആൽവിയോല ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ആൽവിയോലയിലാണ് നമ്മൾ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് അല്ലെ. ഇവിടെ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ ഭയങ്കര കൂടുതലായിരുന്നു. ഇവിടെ എന്ത് വരുന്നുണ്ട്, കാപ്പിലറീസ് വരുന്നുണ്ട്. ഇത് രണ്ടും എന്താണ്, സിംഗിൾ ലെയർ ഓഫ് സെൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാപ്പിലറിയിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ, ഒന്നും കൂടെ പറഞ്ഞുതരാം, ആൽവിയോല ഉണ്ടായിരുന്നു. ആൽവിയോല എന്ന് പറയുന്നത് ഒറ്റ ലെയർ ഓഫ് സെൽസ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സാധനമാണ് അല്ലെ. ഒറ്റ ലെയർ ഓഫ് സെൽസേ ഉണ്ടായിരുന്നുള്ളൂ ആൽവിയോലയിൽ. ആൻഡ് നമുക്ക് ഇവിടുന്ന് ബ്ലഡിന്റെ കാപ്പിലറീസ് വരുന്നുണ്ട് അല്ലെ. ബ്ലഡ് കാപ്പിലറീസ് കൊണ്ടുവരുന്നുണ്ട്. കാപ്പിലറീസിൽ എന്താ വരുന്നത്, നമ്മളെ ടിഷ്യൂലെല്ലാം സെൽസ് എല്ലാം റിലീസ് ചെയ്തിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ടാണ് ബ്ലഡ് വരുന്നത്. ആൻഡ് ആൽവിയോലയിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്തെടുത്തിട്ടുണ്ട്, ഓക്സിജനെ നമ്മൾ കുറെ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രീത്ത് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഓക്സിജനെ ഒക്കെ എന്ത് ചെയ്യും, ഇവിടെ നോക്കുമ്പം ഓക്സിജന്റെ കോൺസെൻട്രേഷൻ ആൽവിയോലയിൽ കൂടുതലാണ്, ഇവിടെ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ ആൽവിയോലയിൽ കുറവാണ്. അപ്പൊ കൂടിയ സ്ഥലത്തുനിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് ചെയ്യും, ഓക്സിജൻ ഇങ്ങോട്ടേക്ക് ഡിഫ്യൂസ് ആവും. ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ ബ്ലഡിൽ കൂടുതലാണ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ ആൽവിയോലയിൽ കുറവാണ്. കൂടിയ സ്ഥലത്തുനിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസ് ആവും. ഈ ഒരു മെത്തേഡിലാണ് എന്ത് സംഭവിക്കുന്നത്, ആൽവിയോലാർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് സംഭവിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ വെന്റിലേഷനും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇൻസ്പിരേഷനും എക്സ്പിരേഷനുമാണ് പഠിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ, ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ബാക്കി ഈ ഒരു ഓക്സിജന് പിന്നീട് എന്ത് സംഭവിക്കുന്നു, ഇതൊക്കെ അറിയാൻ നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഇല്ലേ. ഈ ഓക്സിജന് പിന്നെ എന്താ സംഭവിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.